നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ഡിസിസി ഓഫീസിൽ വീണ്ടും സംഘർഷം. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും യുഡിഎഫ് ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. ജോസ് വള്ളൂരിനെ പിന്തുണച്ച് വ്യാപക പോസ്റ്റർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നാവശ്യപ്പെട്ടാണ് ഡിസിസി ഓഫീസ് പരിസരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി. ദേശീയപാത കുട്ടനെല്ലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 28 വയസ്സുള്ള അബ്ദുൾ അൻഷാദാണ് മരിച്ചത്. എരുമപ്പെട്ടി പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. തോന്നല്ലൂർ മുളയ്ക്കൽ 59 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ചാലക്കുടി മൂതിരക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. 4 ദിവസമായി നിരന്തരമായ കാട്ടാന ശല്യമുണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കാർഷിക വിളകളെ അടിമുടി നശിപ്പിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നും മോചനമില്ലാതെ മേലൂർ പഞ്ചായത്ത്. പൂലാനിയിലെ കൊളക്കാട്ടിൽ ശിവരാജന്റെ 2 ഏക്കർ സ്ഥലത്തെ കപ്പ കൃഷിയാണ് ഫംഗസ് ബാധയുടെ പിടിയിലായത്. കുന്നംകുളം ചെറുവത്താനി സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. അമ്മാട്ട് വീട്ടിൽ വിഷ്ണുവാണ് ഞായറാഴ്ച മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ ശ്രീശാന്ത്, ഷിജിത്ത്, വിഷ്ണു എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് മാറ്റി. 3 ആഴ്ച കഴിഞ്ഞ് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് എടത്തിരുത്തി കുട്ടമംഗലം അയ്യമ്പടി റോഡിലുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കി. സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടാണ് പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ഇടപെടലിലൂടെ പരിഹരിച്ചത്. മുരിയാട് ഊരകം ഈസ്റ്റ് 10-ാം വാർഡ് ഗ്രാമസഭ അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെല്ലിഗ്രാമം പദ്ധതി ആരംഭിച്ചു. തോമസ് കൊടകരക്കാരൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മലാക്ക ശാഖയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് TR രാജേഷ് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയുക്ത ആലത്തൂർ MP K രാധാകൃഷ്ണന് പന്നിത്തടം സെന്ററിൽ സ്വീകരണം നൽകി. M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് സിതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി നാട്ടുകാരുടെ സഹകരണത്തോടെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചുമട്ട് തൊഴിലാളി യൂണിയൻ INTUC എരുമപ്പെട്ടി യൂണിറ്റിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് 19-ാം വാർഡിലെ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിലെ വഴിവിളക്കുകളുടെ ഉദ്ഘാടനം വാർഡംഗം ധന്യ സുനിൽ നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എറിയാട് പേബസ നിവാസി കൂട്ടായ്മയുടെ 7-ാം വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം വാർഡിൽ സംഘടിപ്പിച്ച സേവന സ്പർശം ഡോക്ടർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആലപ്പാട് മേഖലാ കോൺഗ്രസ് പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സമ്മാനിച്ചു. കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരും ഭാരവാഹികളും പങ്കെടുത്തു.
ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. DVLP സ്കൂളിൽ നടന്ന അനുമോദന യോഗം തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ KV ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കും. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കലാരംഗത്ത് മികവ് തെളിയിച്ച ഭിന്നശേഷിക്കാരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. ഓണത്തിന് ഒരു കുട്ട പൂവ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. CPM ചിറ്റാടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ചെണ്ടുമല്ലി തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം നടന്നു. SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച ചേലക്കരയിൽ നടക്കും. വെങ്കിടങ്ങിൽ പാടത്തെ വെള്ളക്കെട്ടിൽ ഗൃഹനാഥൻ മുങ്ങിമരിച്ചു. പാടൂർ നടുവിൽപ്പുരയ്ക്കൽ 54 വയസ്സുള്ള അജിതനാണ് മരിച്ചത്. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോസ്റ്റ് ഫോർഡിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 13, 14 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ EMS സ്മൃതി സംഘടിപ്പിക്കും. വ്യാഴാഴ്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി EMS സ്മൃതി ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മുള്ളൂർക്കര സ്വദേശി 48 വയസ്സുള്ള പ്ലാവിടുപറമ്പിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാല രവി, നാടകാചാര്യൻ TM അബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്ക് ഫെലോഷിപ്പ്. 17 കലാപ്രതിഭകൾക്ക് അക്കാദമി അവാർഡും 22 കലാപ്രതിഭകൾക്ക് ഗുരുപൂജ പുരസ്കാരവും നൽകും. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധം ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏനാമാവ് ഏകതാ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ടുഗദർ ഫോർ തൃശൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി പാവറട്ടി പഞ്ചായത്തിലെ 21 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഭക്ഷണ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയറും TVയും നൽകി ചേലക്കരയിലെ ബസ് തൊഴിലാളികൾ. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI എരുമപ്പെട്ടി EMS യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ MP സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്നു. കുട്ടനെല്ലൂർ ഔഷധിക്ക് മുൻവശം മിനി പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പോലുക്കര സ്വദേശി കൊല്ലപ്പറമ്പിൽ രമേശ് ഭാര്യ 37 വയസ്സുള്ള ദർശനയാണ് മരിച്ചത്. 6 വയസ്സുകാരി തപസ്യയുടെ കവിതാ സമാഹാരം വർണ്ണജാലകം പ്രകാശനം ചെയ്തു. ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. കേരള സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച 9ാമത് സത്യജിത്ത് റേ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം മത്സരത്തിൽ അന്തിക്കാട് സ്വദേശി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. സിരൻസൺ അന്തിക്കാട് സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണം എന്ന ഹ്രസ്വചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചേലക്കര CGEM സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ശ്രീറാമിന് AKPA ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പുക്കാവ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.